റോഡ് പണിക്കൊപ്പം വേനൽ കൂടി കടുത്തതോടെ തലസ്ഥാന നഗരിയാകെ പൊടിപടലങ്ങൾ മൂടിയിരിക്കുകയാണ്. കുട്ടികൾക്ക് സ്കൂളിൽ പോകാനോ ജനങ്ങൾക്ക് ജോലിക്ക് പോകാനോ വ്യാപാരികൾക്ക് കടകൾ തുറക്കാനോ പറ്റാത്ത ദുരവസ്ഥ. റോഡിൽ പൊടിപടലങ്ങൾ നിറഞ്ഞതോടെ ജീവിതം ദുരിതത്തിലായ ഒട്ടനവധി പേരുണ്ട് തിരുവനന്തപുരത്ത്. പലരുടെയും വ്യവസായ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി, പലർക്കും ജോലിയും നഷ്ടമായി. പൊടി ഇത്രയും മരണമുണ്ട്, ആൾക്കാർ ആരും മരണമില്ല. നമ്മളെ കുടുംബങ്ങളെല്ലാം പട്ടിണിയിലാവും പോലെയാണ് ഉള്ള സംവിധാനം നടന്നത്. 5000 രൂപയ്ക്ക് നടക്കുന്നത് 1000 രൂപയ്ക്കുള്ളിൽ നടക്കുന്നു. കടയിൽ നിൽക്കുന്നവരെല്ലാവരെയും ഓരോരുത്തരായിട്ട് പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുകയാണ്. കച്ചവടം ഇല്ല. 600-800 ടിക്കറ്റ് വിൽക്കുന്നത് ഇപ്പോൾ 200-250 ടിക്കറ്റാണ്. അപ്പം എൻ്റെ കടയിൽ ജോലിക്കാരുണ്ട്, ഞാൻ അദ്ദേഹത്തിന് വിട്ടു പറഞ്ഞു. 10-200 രൂപ കൊടുത്താൽ ആരും നിൽക്കത്തില്ല. ടെക്സ്റ്റൈൽസ് ആകുമ്പം ഓൾറെഡി തുണിയിൽ ഒത്തിരി പൊടി കാണും. നമ്മൾ ഒരു ദിവസം തന്നെ 2-3 പ്രാവശ്യമാണ് ഇവിടെ മൊത്തം നമ്മൾ ക്ലീൻ ചെയ്യുക, പൊടി അടിക്കുക എന്നുള്ളത്. അപ്പം അത് ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. ലോട്ടറി ആണെങ്കിലും ബിസിനസ്സുകളൊന്നുമില്ല, വളരെ കഷ്ടമാണ്. ഞാനങ്ങ് മുട്ടത്തറ അടുപ്പിച്ച് വരുന്ന ആളാണ്. ഇവിടെ 30-35 കൊല്ലം കൊണ്ടിരിക്കുന്ന ആളാണ്. വാടക വീടും കാര്യങ്ങളുമൊക്കെ വാടക കൊടുത്തിട്ട് ഇപ്പം 3-4 മാസമായി. കാരണം ഇവിടെ ഈ റോഡിൻ്റെ പണി തുടങ്ങിയ കാലം മുതൽ വളരെ പ്രയാസമാണ്. തലസ്ഥാന നിവാസികൾ ഇപ്പോൾ ശ്വസിക്കുന്നത് ഈ പൊടിപടലങ്ങളെയാണ്. 20 മിനിറ്റ് ഇവിടെ നിന്ന എൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ ഇവിടെ താമസിക്കുന്നവരുടെ സ്ഥിര താമസക്കാരുടെ അവസ്ഥ എന്തായിരിക്കും? സുജിത്തിനോടൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.